വിനോദ്, ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. സ്വപ്ന സുരേഷിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് എന്നതാണ് പുതിയ വാർത്ത. ഈ വിഷയത്തിൽ വിജേഷ് പിള്ളയുടെ പരാതിയിൽ കണ്ണൂർ യൂണിറ്റ് അന്വേഷണം നടത്തും എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നു എന്നതാണ്. സ്വപ്ന സുരേഷിന്റെ പരാതിയിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കെതിരെ അന്വേഷണം ഇ ഡി ഇറക്കുമ്പോൾ മറിച്ച് സ്വപ്നയ്ക്കെതിരെ അന്വേഷണം എന്ന മറ്റൊരു നീക്കം വരുന്നു എന്നതാണ് സാഹചര്യം. വിനോദ്, എന്താണ് സർക്കാരിന്റെ ഈ നീക്കം? ഇതിൽ അന്വേഷണ ചുമതല കണ്ണൂർ യൂണിറ്റിനാണോ? അന്വേഷണം ആരംഭിച്ചോ? എന്താണ് മറ്റു വിശദാംശങ്ങൾ? വിനോദ്. സജിത്ത്, ഇന്ന് സജിത്തിനൊപ്പമുള്ളത് ആര്യാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം രഞ്ജിനി ആയിരിക്കും ഇന്ന് ആങ്കർ ചെയ്യുന്നതെന്നാണ് കരുതിയത്. നേരത്തെ സജിത്ത് സംസാരിച്ചപ്പോൾ ആര്യയുടെ ശബ്ദം കേൾക്കാനും കഴിഞ്ഞില്ല. ആര്യ, ഗുഡ് മോർണിംഗ്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്കാണ്, അതായത് വിജേഷ് പിള്ളയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനാണ് ഇപ്പോൾ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. നേരത്തെ സ്വപ്ന സുരേഷിനെതിരെ വിജേഷ് പിള്ള DGPക്ക് പരാതി നൽകിയിരുന്നു. സാധാരണ കീഴ്വഴക്കമനുസരിച്ച് DGPക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചാൽ ഈ പരാതിക്ക് അടിസ്ഥാനമായ കാര്യം നടന്ന ജില്ലയിലെ പോലീസ് മേധാവിയെയോ അല്ലെങ്കിൽ പരാതിക്കാരൻ എവിടെയാണോ ഉള്ളത് ആ ജില്ലയിലെ പോലീസ് മേധാവിയോ ഏൽപ്പിക്കുന്നതാണ് രീതി. നേരത്തെ തന്നെ സ്വപ്നയ്ക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ നേരത്തെ കന്റോൺമെന്റ് പോലീസ് അന്വേഷണം, അങ്ങനെ വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു ലൈഫ് മിഷൻ കേസിൽ. ഇപ്പോൾ ഇത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എന്ന നിലയ്ക്ക് തന്നെ വീണ്ടും തുടരാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു നിർദ്ദേശം ഉണ്ടാകണം. ആ നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ. എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എം വി ഗോവിന്ദനാണ് ഇതിന് പിന്നിൽ കളിച്ചത്, ഇങ്ങനെ ഒരു ദൂതനായി അയച്ചു എന്നതൊക്കെയായിരുന്നു സ്വപ്ന ആരോപണമായി ഉന്നയിച്ചത്. ഇത് അപകീർത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരാതി നൽകുമെന്ന് നേരത്തെ എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം വിജേഷ് പിള്ളയാകട്ടെ നേരത്തെ തന്നെ DGPക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സജിത്ത്, ആര്യ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്തായാലും ബ്രഹ്മപുരം വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് സാഹചര്യം. അതിന് പുറമെയാണ് സ്വപ്ന സുരേഷ് ബ്രഹ്മപുരം വിഷയം ഉന്നയിക്കുന്നു. അതിനിടയിൽ തന്നെ സ്വപ്ന സുരേഷിനെതിരെ അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുന്നു. അങ്ങനെ എന്തായാലും സംഭവ ബഹുലമാണ് രാഷ്ട്രീയ കേരളത്തിന്റെ അവസ്ഥ.